പെരുന്നാളൊക്കെ വരുമല്ലേ, നല്ലൊരു പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചാലോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഏത് ബിഗിനർക്കും കിടിലനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട റെസിപ്പി ഉണ്ടോ ഇത്. ഒരു 4 കപ്പ് മൈദമാവ് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള വെള്ളമല്ല, തിളയ്ക്കണ്ട, എനിക്ക് തീരെ ചെറിയ ചൂടുള്ള, ഏകദേശം ഒരു പാകത്തിനുള്ള ചൂടുള്ള വെള്ളം, അതായത് നമ്മൾ കൈ മുട്ടിയ കൈ പൊള്ളരുത്, എന്നാൽ നല്ല ചൂടും വേണം. ആ ഒരു പാകത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. മൈദയും പഞ്ചസാര ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മൈദ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അടച്ച് വെക്കുക. എത്രയാണോ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈം ആ ഒരു ടൈം കൊടുക്കുക. അതിന് ശേഷം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ടാകും. ഇത് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ കോയിൻ പറാട്ടയായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഉരുളയിൽ നിന്ന് 3 പൊറോട്ട ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയും എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ നമ്മുടെ കൈ തടവിയിട്ട് നല്ല രീതിയിൽ ഇത് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഈ ഒരു കൗണ്ടർ ടോപ്പ് കാണുന്ന രീതിയിൽ, അതായത് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബാക്കി തടിയും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ട, കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഈ ചുറ്റിച്ച മാവ് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചുറ്റിച്ച മാവ് ആദ്യം എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള എപ്പോഴാണോ ആ ഒരു ടൈമിൽ ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിട്ട് കിട്ടും. 2-3 ആഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ, ഈ ഒരു രീതിയിലാണെങ്കിൽ. ഇനി അങ്ങനെയല്ല, നമുക്കിത് ഇപ്പം ചുട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ തന്നെ നമുക്ക് തിരിച്ചുമറിച്ചിട്ടിട്ട് നല്ല മുരിഞ്ഞ പൊറോട്ടയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്കും ട്രൈ ചെയ്യാം, അടിപൊളിയായിട്ട് വരും. ഒരു പേടിയും പേടിക്കണ്ട, വേറെ ഒരു ഐറ്റം ഇതിൽ ചേർക്കേണ്ട. സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതങ്ങ് അടിച്ചെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം ഈ പൊറോട്ട എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. എന്നിട്ട് നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കിടിലൻ ടേസ്റ്റാണ്. ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതുവരെ പൊറോട്ട ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പേടിയും പേടിക്കാനും ധൈര്യമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല രീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ. നല്ല മുരിഞ്ഞ പൊറോട്ട ഇതുപോലെ അങ്ങ് അടുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. തോന്നുമ്പോൾ പൊറോട്ട തിന്നണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ പൊറോട്ടയിൽ അധികം എണ്ണയും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അത് തന്നെ മതിയാകും. പിന്നെ വേണമെങ്കിൽ പൊരിക്കാൻ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണേ. അപ്പോൾ ഇഷ്ടമുള്ളവർ, പൊറോട്ട ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പെരുന്നാളിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.